എൻ്റെ മാതൃസഭയിൽ ഒന്നുകൂടെ കടന്നു വന്ന് കുടുംബത്തോടും ബന്ധുക്കാരോടും കൂടെ കർത്താവിനെ ആരാധിപ്പാനും നിങ്ങളോടൊപ്പം ദൈവത്തെ സ്തുതിപ്പാനും തന്ന ഈ വലിയ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ശിവസാറ് ഇന്നിവിടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ശിവസാറിൻ്റെ സിസ്റ്റർ ഷോണി ഞങ്ങളൊന്നിച്ച് അറ്റ്ലാന്റ അസംബ്ലിയിലാണ്. ഇദ്ദേഹം സിസ്റ്ററിനെ കാണാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് പകലോ പിറ്റേ ദിവസം അതിൻ്റെ തലേദിവസമായിരിക്കും ഞങ്ങൾ അറിയുന്നത് വരുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ അവിടെയുള്ള യാത്രയായി പല പ്രാവശ്യം മിസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായി ഇന്നിവിടെ നമുക്കെല്ലാവർക്കും ഒന്നിക്കാൻ കർത്താവ് ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴാണ് സമയം, എത്ര പേരെ സമയം? 12:30. ഒരു ഫ്യൂ മിനിറ്റ്സ് ആന്ധ്രയിൽ നിന്ന് വന്ന നമ്മുടെ ഒരു സഹോദരൻ രാജു ഉണ്ട്. രാജു തൻ്റെ സാക്ഷ്യം പറയും. അതിന് ശേഷം ഞാൻ ഉള്ള സമയം can use a few minutes to give you a testimony. Praise the Lord. ദൈവത്തിന് സ്തോത്രം. And greetings to you all in the name of Lord and our Savior Jesus Christ. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. And I am so very glad to see you all in the presence of the Lord. എല്ലാവരെയും ദൈവസന്നിധിയിൽ കണ്ട് സന്തോഷിപ്പാനിടയായി സ്തുതിക്കുന്നു. And this is my first time to come into your assembly and worship the Lord with the spirit and truth. ഈ സഭയിൽ ആദ്യമായിട്ടാണ് കർത്താവിനെ ആരാധിപ്പാൻ ഞാൻ വരുന്നത്. And I am standing here to represent my testimony. എൻ്റെ സാക്ഷ്യം പറയാനാണ് നിൽക്കുന്നത്. And my name is Raju. എൻ്റെ പേര് രാജു. I am from Andhra Pradesh. ഞാൻ ആന്ധ്രയിൽ നിന്നാണ്. And there is a small village called as Gummakota. ഗുമ്മക്കോട്ട എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജ്. And I am the member of the Gummakota assembly. ഗുമ്മക്കോട്ടയിലുള്ള അസംബ്ലിയിലെ ഒരു മെമ്പറാണ് ഞാൻ. And about my salvation, I born in the 2022 May 30. മെയ് മാസം 30, 2022 ഞാൻ രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനിച്ചു. ജാനുവരി 24, 2022. ജനുവരി 24, 2022 ഞാൻ രക്ഷിക്കപ്പെട്ടു. And I baptized 2022 May 30. മെയ് 30, 2022 കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. And after that I was growing up good in the presence of the Lord. ദൈവകൃപയിൽ എനിക്ക് വളരുവാനിടയായി. And after my plus 2 I completed my plus 2 2022. 2022 എൻ്റെ +2 കംപ്ലീറ്റ് ചെയ്തു. And after that God spoke to me to go to the Bible college. ദൈവം എനിക്ക് ആലോചന തന്നു ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ തക്കോണം. And if I am standing before you, this is not my privilege. ഇത് എന്റെ യോഗ്യതയല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. But this is the privilege that given by our Lord and our Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തു തന്ന കൃപയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. Because he so much loved us and he allowed the Chris Samuel ministry to our area. കർത്താവ് ഞങ്ങളെ ഇത്രയ്ക്ക് സ്നേഹിച്ചു, ക്രിസ് മിനിസ്ട്രി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. Because of the Chris ministry and God's love, through the ministry, now there is one assembly in Gummakota. ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനത്താൽ ദൈവസ്നേഹത്താൽ ഇപ്പോൾ ഗുമ്മക്കോട്ടയിൽ ഒരു സഭയുണ്ട്. Because the Chris brother and his sufferings for the tribal people in Andhra. ക്രിസ് ബ്രദറിന്റെ ആന്ധ്രയിലെ ആദിവാസികളോടുള്ള സ്നേഹം. And he showed us through Jesus Christ. And ക്രിസ്തുവിനെ ഞങ്ങൾ കാണിച്ചു തന്നു. And now we are the people through the blood of Jesus Christ. We are the and one assembly we have. ഇനിയും ആ കർത്താവിന്റെ വലിയൊരു രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി ആ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം ഞങ്ങളുടെ കയ്യിലുണ്ട്. We have a total in our assembly 20 around families. 20-ലധികം കുടുംബങ്ങൾ ഞങ്ങളുടെ സഭയിലുണ്ട്. And they all are worshiping the Lord. അവരെല്ലാം കർത്താവിനെ ആരാധിക്കുന്നു. So I requesting you all to pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. And we need your prayers and we also praying for you. നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. And now I completed my BTH in theological studies. ദൈവവചനം പഠിച്ച BTH എനിക്ക് കിട്ടിയിട്ടുണ്ട്. And recently the February 21st of 25 I graduated.
പത്തനംതിട്ടയിലുള്ള ബൈബിൾ കോളേജിൽ നിന്ന് കഴിഞ്ഞ ജനുവരി 21-നാണ് ഞാൻ ഗ്രാജുവേറ്റ് ആയത്. So my next further plan is for do the ministry of the Lord. അടുത്തായിട്ട് എൻ്റെ ആഗ്രഹം കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ളതാണ്. So I request you all to pray for my ministry and future life. ഭാവി ജീവിതവും കർത്താവിൻ്റെ വേലയിലുള്ള ജാഗരണത്തിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. And thanking for giving me this time to share my testimony. എനിക്ക് ഈ സമയം തന്നതിന് വളരെ സന്തോഷം. And greetings to all in the name. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you. Praise the Lord. ആദ്യമായി ഗുമ്മക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ മിനിസ്ട്രി തുടങ്ങിയത്. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ 5-6 വയസ്സുള്ള പയ്യനാണ് ഈ രാജു. അവനൊരു അഞ്ചിനുണ്ട്, 2 വയസ്സോട് കുറവായിരിക്കും. അവിടെ വളർന്ന് സ്കൂളിൽ പഠിച്ച് ദൈവവചനം സ്വാധീനിച്ച് ആദ്യമായി ആ കോണ്ട ഗ്രൂപ്പിൽ നിന്ന് കർത്താവിൻ്റെ വചനം പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്ത പയ്യൻ. ഇപ്പോൾ 2 പേര് പത്തനംതിട്ട പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം 3-4 പേര് പല സഭകളിൽ നിന്ന് പോകാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ട്. അവിടെ നടക്കുന്ന വേലയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. അനീഷ് മോനും വേറെ ചിലരിൽ കഴിഞ്ഞിടയ്ക്ക് അവിടെ വന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് ടൂർ ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ ദൈവം അവിടെ വേലയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്ത നിലയിൽ മേഖലകൾ തുറന്നു കിടപ്പുണ്ട്. വേലക്കാർ ചുരുക്കം. അവിടെയുള്ള ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ട്രെയിനിങ് കൊടുക്കാനും ഇവർക്ക് മാർഗദർശനം കൊടുക്കാൻ ആളുകളൊക്കെ. അവിടെ ഒരു വലിയ വിളി ആ ദേശത്തിന് വേണ്ടി കിടക്കുന്നുണ്ട്. ക്രിസ് എഴുതിയ ഒടുവിലത്തെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒടുവിൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അതിലെല്ലാവർക്കും ഒരു കോള് ഉണ്ട്. എന്ത് ചെയ്യാൻ കഴിയുമോ അവർക്ക് വേണ്ടി അവിടെ സ്ഥാനമുണ്ട്, ആവശ്യമുണ്ട്. എല്ലാവരും അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് പ്രിയ സഹോദരി സഹോദരന്മാരോട് കൂട്ടായ്മയും സ്നേഹവും പങ്കിടുവാൻ, കർത്താവിൻ്റെ മേശയിൽ വന്നിച്ച് ആരാധിപ്പാൻ കർത്താവ് ബലം തന്നതിനായിട്ട് സ്തോത്രം. സമയമാ രഥത്തിൽ എന്നുള്ള പാട്ട് നമ്മൾ പാടുമ്പോൾ അത് മരണമല്ല, അത് ജീവിതമാകുന്ന ആ രഥം നമ്മൾ യാത്ര ചെയ്യാം. 5, 6, 10, 16, 18, 20 വയസ്സ് വരെയൊക്കെ ഈ അസംബ്ലിയിൽ ഞാൻ വളർന്ന. അന്ന് ഇന്ന് പ്രായമായി. ഈ യാത്രയിൽ അധികം നീളാൻ സാധ്യതയില്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് നാം ഗ്ലോറിയിലേക്ക് പ്രവേശിക്കാം. ഇത് താൽക്കാലികമാണ്. അന്നുണ്ടായിരുന്ന ചെറുപ്പക്കാരിന്ന് വലുതായി, അവർ കോളേജിലായി, ഡോക്ടറായി, ഡിഗ്രിയായി, പല നിലയിൽ ആ രഥം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ നമ്മുടെ ആലോചനയ്ക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ഈ ചിന്തയിൽ പറഞ്ഞ 1-2 വാക്യങ്ങൾ വായിച്ച് അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തോടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പരിചയവും അനേക പ്രാവശ്യം വായിക്കുകയും പല പ്രാവശ്യം ഇതിൽ നിന്ന് നാം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ആ ഭാഗത്തുനിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വിവിധമായ വിഷയമാണ്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 5 മുതൽ 8 വരെ. നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. നീയോ ഇത് ചെയ്യുക, ഞാനോ 6-ാം വാക്യം ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. 7-ാം വാക്യം ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. 8 ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അതേ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഇനിയുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ.
എനിക്ക് കിരീടം ന്യായാധിപതിയായ കർത്താവ് തരുവാൻ പോകുന്നു, അത് നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ നാളുകൾ കഴിഞ്ഞിരിക്കുന്നു, ഞാൻ അധികം സമയം എനിക്കില്ല. എന്നാൽ ഞാൻ പ്രാപിക്കാൻ പോകുന്ന ഈ കിരീടം എനിക്ക് മാത്രമല്ല. ആ വാക്യം, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. സഹോദരന്മാരെ, ഇന്ന് ഉച്ചയ്ക്കുള്ള ഈ ധ്യാനം നമ്മൾ ഈ ഭാഗത്ത് രാവിലെ നൽകുന്നുള്ളൂ. ഈ ധ്യാന വിഷയം അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ പ്രിയം വെച്ച ഏവർക്കും. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എനിക്ക് കിരീടമുണ്ട്, അതുകൊണ്ട് ഞാൻ തീർത്തു എന്ന് പറഞ്ഞ് പീരിയഡായി കുത്തിട്ട് നിർത്താതെ അദ്ദേഹം തൻ്റെ ആ വിഷനെ നമ്മളിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും. ഇൻ ഇംഗ്ലീഷ്, ബട്ട് അൺടു ഓൾ ദം ഓൾസോ ദാറ്റ് ലവ് ഹിസ് അപ്പിയറൻസ്. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും. ഇതാരാ? ഇന്നത്തെ കാലത്തെ കണ്ടംപററി ആപ്ലിക്കേഷൻ ഞാനും നിങ്ങളുമാണ്. നമ്മൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ പ്രിയത്തിന് അളവ് വ്യത്യാസങ്ങളുണ്ടാകാം. ചിലരുടെ ലവ് ഇൻറ്റൻസീവ് ആയിരിക്കാം, ഡിനൈയിങ് എവറിത്തിങ് ഓഫ് ദ വേൾഡ്, ഫോളോവിങ് ദ മാസ്റ്റർ. സം ഓഫ് ദം ഹാഫ് ഹാർട്ടഡ്, സം ഓഫ് ദം നോ ഹാർട്ടഡ്, ബട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഗ്ലോറിയസ് അപ്പിയറൻസ്. അവന്റെ മഹത്വ പ്രത്യക്ഷതയെ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനം. സഹോദരന്മാരെ, ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയാത്ത, നമ്മളെ ചലഞ്ച് ചെയ്യാത്ത, നമ്മളെ പ്രൊവോക്ക് ചെയ്യാത്ത അനേക പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ റിയാലിറ്റി ഇവിടെ പറയുന്നു, അപ്പോസ്തലൻ പറയുന്നു, തൻ്റെ വരവിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്കും കൂടെ എന്തുണ്ട്? ഈ കിരീടമുണ്ട്. ചോദ്യം, ഇത് പൗലോസ് അപ്പോസ്തലൻ തനിക്ക് തന്നെ പറയുന്ന അല്ല, നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന. തലമുറകൾ എത്രയായി? 34 തലമുറകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾക്ക് സംഭവിച്ച ശേഷം. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മോടും പറയുന്നത്, നിങ്ങൾ അവന്റെ വരവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ്. ഇവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഉരകല്ല്. നമ്മൾ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഒരു കൂട്ടം ദൈവജനമായതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ സാക്ഷ്യം, നമ്മുടെ പ്രവൃത്തി, ഈ ഭൂമിയിലുള്ള നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് കൂടെ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ അദ്ദേഹം പറയുന്നത്, ഞാൻ എങ്ങനെയാണ് ഈ ഓട്ടം തികച്ചത്, ഞാൻ എങ്ങനെയാണ് ഈ കർത്താവിൽ പ്രിയം വെച്ച് പൊരുതിയത്, ജീവിച്ചെന്ന് അവിടെ താൻ 7-ാം വാക്യത്തിൽ പറയുന്നത്. എന്താണ് അവിടെ നാം വായിക്കുന്നത്? 7-ാം വാക്യം, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസികൾ. സ്റ്റാർട്ടിംഗ് പോയിന്റ്, കണ്ടിന്യൂയിങ് പോയിന്റ് ആൻഡ് കംപ്ലീറ്റിംഗ് പോയിന്റ്. ക്രിസ്ത്യ ജീവിതം നാം ആരംഭിച്ചു, നാം കണ്ടിന്യൂ ചെയ്യുന്നു, നാം അത് ഫുൾ സ്റ്റോപ്പ് ഇടും, ലാസ്റ്റ് ബ്രത്ത് ഓർ ദ ട്രംപറ്റ് സൗണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആകത്തുക. അപ്പോൾ രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് നാം ഈ കർത്താവിന്റെ വരവിനു വേണ്ടി നോക്കി പാർക്കുന്നവരാണ്. നോക്കി പാർക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത്, എൻ്റെ ജീവിത സാക്ഷ്യം ഞാൻ നിന്നോട് പറയുകയാണ്. എന്താണ്? നീ സകലത്തിലും നിർബന്ധനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയകമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഈ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവദാസൻ ഉൾക്കൊള്ളേണ്ടതും, ദൈവദാസന്മാരുടെ ദൈവമക്കൾ ഇവിടെ ആപ്ലിംഗ് ജനറൽ ഉൾക്കൊള്ളേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ കാര്യമാണ്. നിർമ്മതനായിരിക്കണം, സകലത്തിലും നിർമ്മതൻ. വളരെ ചിന്തയോടെ, വളരെ വാച്ച്ഫുള്ളായിട്ട് കാര്യങ്ങൾ കാണുകയും ഒരു വിശ്വാസി എന്ന നിലയിൽ അതിനെ നാം സൂക്ഷിക്കുകയും ചെയ്യണം. കഷ്ടം സഹിക്കുക. ക്രിസ്ത്യ ജീവിതത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് കഷ്ടവും പ്രയാസങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. നമ്മെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അത് ചെയ്യുന്ന ആ പ്രവണത ഫുൾ ടൈമായോ പാർട്ട് ടൈമായോ, ഓൺ ദ സീനോ ബിഹൈൻഡ് ദ സീനോ, ഫുൾ ടൈമോ നോട്ട് ടൈമോ, ബട്ട് വി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ്, എൻകറേജ്, ഇതിൽ ഉൾക്കൊള്ളു. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. പിന്നെ
നിന്റെ ശുശ്രൂഷ നിറപടിയായി നടത്തുക. ഫുൾ പ്രൂഫ് ഓഫ് ദൈ മിനിസ്ട്രി. നിന്റെ ശുശ്രൂഷ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മിക ശുശ്രൂഷ നിറപടിയായി യാതൊരു വിഘ്നവും കൂടാതെ അതിന് പ്രൂഫ് കൊടുത്തുകൊണ്ട്, അതിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം. ഒരിക്കൽ ഈ മുകളിലേക്ക് എവറസ്റ്റ് കൊടുമ്പിലേക്ക് കയറിപ്പോകുന്ന ആ ആളുകളുടെ ടീമിനെ കുറിച്ച് കമന്റേറ്റർ പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കുന്നുണ്ട്. അനേകർ ആ എവറസ്റ്റ് കൊടുമുടിയുടെ താഴെ നിന്ന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റ് വരുന്നു, സ്നോ ഉണ്ടാകുന്നു, ചവിട്ടിനിടം പൊട്ടിപ്പോകുന്നു. അങ്ങനെ അവർ കേവിൻ ചെയ്ത് അനേകർ നാളുകൾ കഴിയുന്തോറും വീണ് മരിച്ചോ അല്ലെങ്കിൽ ഇരുന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കമന്റേറ്റർ അനേക ദിവസങ്ങളിലും പിന്നെയും പറയുന്നത്, ഞാൻ അങ്ങ് ദൂരെ ഒരു വ്യക്തി ഇപ്പോഴും ക്ലിങ് ചെയ്ത് തൂങ്ങിപ്പിടിച്ച് കിടന്നുകൊണ്ട് അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ പോകുന്നതായിട്ട് ഞാൻ കാണുന്നു. അനേകർ വീണ്, അനേകർ പരാജയപ്പെട്ട, അനേകർ കൈവിട്ടുപോയ ഈ ഒരു ഓട്ടക്കളത്തിൽ ഞാനൊരു വ്യക്തി ഇതാ ഇപ്പോഴും ഓടുന്നതായി കാണുന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. നിന്റെ ശുശ്രൂഷ നിറപടിയായി നിർവർത്തിക്കുക. ഒരു സുവിശേഷൻ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ പലരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം കർത്താവിന്റെ സാക്ഷ്യമായി കാണപ്പെടുവാൻ കഴിഞ്ഞാൽ എത്ര അനുഗ്രഹമാണ്. സുവിശേഷവുമായി മുക്കനും മൂലയ്ക്കും 1, 2, 5, 10 പേർ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ ആ ശുശ്രൂഷയുടെ പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു, എന്റെ സമയം അടുത്തിരിക്കുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. എന്നാൽ ഞാൻ നിന്നോട് തിമോത്തിയെ പറയുന്നു, എന്നെ ഏൽപ്പിച്ച ഓട്ടം പോർ ഞാൻ പൊരുതി, ഓട്ടം ഞാൻ തികച്ചു, വിശ്വാസം ഞാൻ കാത്തു. ആരംഭിച്ച് വിഘ്നം കൂടാതെ കർത്താവിന് വേണ്ടി ഞാൻ നിന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഒരു വാക്യം അപ്പോസ്തലൻ പറയുന്നത് വായിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. 28-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 11-ന്റെ 28-ാമത്തെ വാക്യം. 2 Corinthians 5:28. എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഹകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ കടന്നു വന്ന, ശുശ്രൂഷ മുഖത്ത് വന്ന വേദനകളും പ്രതികൂലങ്ങളും 23 ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരനോ ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദന്മാർ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത. 28 ആരംഭിക്കുന്ന എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ, ഇത്രയും സംഗതികൾ എൻ്റെ ഫിസിക്കൽ ബോഡിയിൽ ഔട്ട്സൈഡിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ലിസ്റ്റ്, വലിയൊരു ലിസ്റ്റ്, എത്രയോ വേദന, എത്രയോ മരണത്തിന്റെ അനുഭവങ്ങള്, എത്ര കഷ്ടതകള്, വേദനകള് ഈ ദൈവത്തിന്റെ ദാസൻ എന്തിനു വേണ്ടി? കർത്താവിന്റെ സുവിശേഷം ഏൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കേണ്ടതിനു വേണ്ടി. ഇന്നത്തെ കാലത്തെ നമുക്ക് ഈ പറയുന്ന നിലയിലുള്ള യാതൊരു പ്രയാസങ്ങളുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ചില സ്റ്റേറ്റുകളിൽ അതിൻ്റെതായ ചെറിയതുണ്ടെങ്കിലും നമുക്ക് ഈ നിലയിൽ കർത്താവിനെ സേവിക്കുന്നതിനും അവന്റെ വേലയിൽ ചുമൽ കൊടുക്കുന്നതിനും നമുക്ക് നല്ലൊരു സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് ഇപ്പോഴും നമ്മളായിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്തെ ഈ നിലയിലുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ടായിട്ടും താൻ നിർത്തിയില്ല. എന്തിനു വേണ്ടി? ഈ വലിയ സാധ്യതകളെ താൻ കളഞ്ഞ് കർത്താവിന്റെ ദാസനായി കഷ്ടമനുഭവിച്ചു. അതിന്റെ ശേഷം താൻ പറയുന്നു, ഇതെല്ലാം പുറമേ ഉള്ളതാണ്, എനിക്ക് ഇവയെ കൂടാതെ, എന്നീ അസാധാരണ സംഗതിയിൽ സംഭവിച്ചത് കൂടാതെ
എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും എൻ്റെ ഉള്ളിലുണ്ട്. ബിസൈഡ് those things there are without that which cometh upon me daily the care of all the churches, the care of the whole churches. ചിന്താഭാരം സഭകളെ കുറിച്ച്. സഭ വളരണം, വിശ്വാസ ശക്തിപ്പെടണം, കർത്താവിൽ ഉറയ്ക്കണം, കർത്താവിൽ വേരൂന്നണം. അതാണല്ലോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. എഫേസ്യ ലേഖനത്തിൽ താൻ പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ ഹൃദയം പ്രകാശം കിട്ടിയിട്ട് അവൻ്റെ സ്നേഹത്തിൽ വേരൂന്നി അതിൻ്റെ നീളം വീതി അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുവാൻ തക്കോണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 1 ഇങ്ങനെയും 14 പറയുന്നു, നമുക്ക് ഒരു പേരും അഡ്രസ്സും സ്വർഗത്തിൽ പേര് വരുവാൻ കാരണക്കാരനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുഴങ്കാൽ മടക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫലഭുഷ്ടവും പ്രയോജനവും കർത്താവിന് വേണ്ടി നല്ലതുമായി തീരണമെന്നുള്ള ഒരു ആത്മഭാരമുള്ള ഒരു ദൈവദാസൻ, പുറമേ കഷ്ടതയും പ്രയാസവും അകമേ സഭകളെ കുറിച്ചുള്ള ഭാരവും, ഇതാണ് ഈ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകേണ്ട ഒരു ഗുണം. ഈ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ഏവർക്കും എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ഏത് നിലയുള്ള ഒരു ജീവിത ശൈലിയുടെ ഉടമകളാകണം എന്ന് നമ്മെ വചനം പഠിപ്പിക്കുകയാണ് ചെയ്യും. പൗലോസ് പറഞ്ഞു, ഞാൻ ചെയ്തു തീർത്തു, ഞാൻ ചെയ്ത ഇന്ന നിലയിലാണ്, എന്നാൽ ഈ കിരീടം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ചെയ്തതുപോലെ. നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഓട്ടമുണ്ട്, പോരാട്ടം, നല്ല പോർ എന്ത് ചെയ്തു, താൻ പൊരുതി. ഓട്ടം എന്ത് ചെയ്തു, തികച്ചു. വിശ്വാസം എന്ത് ചെയ്തു, കാത്തു. ലാസ്റ്റ് മൊമെന്റിൽ അദ്ദേഹത്തിന് തൻ്റെ ലൈഫിനെ നോക്കിയിട്ട് പറയാൻ കഴിയുന്ന ഇതാണ്, ഞാൻ ആരംഭിച്ചു, ഞാൻ കണ്ടിന്യൂ ചെയ്തു, ഞാനിപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. ക്രിസ്ത്യ ജീവിതം നാം ഇടയ്ക്ക് കളയാനായിട്ടുള്ളതല്ല. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഇതിനി മതി, എനിക്ക് വേണ്ട എന്ന് പോകാൻ ഉള്ളതല്ല. ക്രിസ്ത്യ ജീവിതം ഈ പ്രയാസങ്ങൾ വരുമ്പോൾ, ദൈവമേ ഇതിൽ കൂടെ അവിടുന്ന് എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്തോ അത് വരെ പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും അയക്കുന്നുവെങ്കിൽ ദൈവത്തിന് അറിവില്ലാന്നല്ല, ആക്സിഡന്റ് ആയിട്ട് വരുന്നതല്ല. ദൈവം നമ്മെ രൂപപ്പെടുത്തി ആഴമുള്ളവരായി, സത്തയുള്ളവരായി, ശക്തിയുള്ളവരായി കർത്താവിന് വേണ്ടി നിൽക്കാനാണ്. കഴുകനെ തൻ്റെ കൂടെ ഇടക്കി കുഞ്ഞുങ്ങളെ പറപ്പിക്കുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആ കുഞ്ഞ് വിചാരിക്കും, എടാ ഇത്ര റൂഡായി പ്രയാസമായി എൻ്റെ മാതാവ് എന്നോട് എന്തുകൊണ്ട് ചെയ്യുന്നു? പക്ഷെങ്കിൽ ഈ മാതാവ് ചെയ്യുമ്പോൾ ആ മാതാവിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞെന്നും ഇങ്ങനെ കുഞ്ഞായിട്ടിരിക്കുകയല്ല, അതെന്നെ പോലെ പാറിപ്പറന്ന് ഉന്നതങ്ങളിലേക്ക് പോകുവാൻ ആ വിങ്സിന് ശക്തി വേണം, ആ മസിലുകൾ പ്രവർത്തിക്കണം. അതിന് ആ കുഞ്ഞിനെ അങ്ങനെ കൂടെ ഇളക്കി പരിശീലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എന്റെ പൊന്നു സഹോദരന്മാരെ, നമ്മുടെ കൂടെ ചില സന്ദർഭങ്ങളിൽ ദൈവം ഇളക്കുന്നത് എന്തിനാണ്? ദൈവം സ്നേഹമില്ലാത്തവനായിട്ടല്ല, കരുതലില്ലാത്തവനായിട്ടല്ല, അവൻ എന്നെയും നിങ്ങളെയും ബലമുള്ളവരാക്കി അവനിൽ ചാരുവാൻ, അവനിൽ വേരുന്നുവാൻ, എന്തു വന്നാലും ഞാൻ ഉറച്ചു നിൽക്കുന്നു പറയുവാൻ തക്കൊണം കർത്താവ് അയക്കുന്ന ചില പരിശോധനകളാണ്. ഈ പരിശോധനകൾ താൽക്കാലികമാകാം, കുറെ നാളത്തേക്കാകാം, ഒരു പക്ഷെങ്കിൽ കുറെ നാം വഹിക്കേണ്ടി വന്നേക്കാം. എന്നാൽ നാം ഇതിൽ നിന്ന് വിമുക്തരാകാനും ഇത് മാറ്റിത്തരണമെന്നുള്ള പ്രാർത്ഥന നമ്മളുടെ മാനുഷ്യമായി നാം ചെയ്യാറുണ്ട്. പൗലോസൊക്കെ പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. നിന്റെ പ്രയാസങ്ങളെ കവിയുന്ന, അതിനേക്കാൾ ബലം തന്നെ അതിനെ അതിജീവിക്കാൻ തക്ക കഴിവ് എന്റെ കൃപയുണ്ട്, നീ അതിൽ ആശ്രയിച്ചാൽ മതി. എന്റെ പ്രിയ സഹോദരന്മാരെ, ക്രിസ്ത്യ ജീവിതം ശോധനയും പരിശോധനയും പ്രയാസവും രോഗവും ലോൺലിനെസ്സും സഹോദരന്മാരാലുള്ള എല്ലാ നിലയുള്ള പ്രയാസങ്ങളെ കുറിച്ച് നമ്മളുണ്ടായി. ഇതൊക്കെ വരുമ്പോൾ നാം ഓർക്കരുത് ഈ സഹോദരി ആ ഫാമിലി ഈ ഫാമിലി അല്ല, ഇതിന്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. കർത്താവേ, ഇതിൽ കൂടെ നീ എന്താണ് ആഗ്രഹിക്കുന്നത് അറിയുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. എങ്ങനെയാണ് നാം ഈ തൻ്റെ പ്രത്യക്ഷതയിലുള്ള ആ പ്രിയം, ആ സ്നേഹം,
നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത്. അത് പൗലോസ് അപ്പോസ്തലൻ തന്നെ അനുഭവം പറഞ്ഞ ശേഷം തിമോത്തിയോസിനോട് പറയുന്നു, നീ കണ്ടിന്യൂ ചെയ്യുക. പിന്നീട് നാം വായിക്കുന്ന 1 കൊരിന്ത്യർ 15:58 എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ, അല്ലെ, കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമെന്നല്ല എന്നറിഞ്ഞിരിക്കാൻ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ വർദ്ധിച്ചു വരണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വരവിനെ പ്രിയം വെക്കുന്ന വിശ്വാസികളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ഗുണം, ഒരു ക്വാളിറ്റി ഇവിടെ പറയാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രയത്നം, കർത്താവിനുള്ള പ്രയത്നം, അത് വ്യർത്ഥമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന അവന്റെ മഹത്വത്തിനായി ചിന്തിക്കുന്ന ചെയ്യുന്ന പ്രവൃത്തികളിൽ കുറയരുത്, നിങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതം ആരംഭിച്ച് അനേക വർഷങ്ങളായിട്ടുണ്ട്. നമുക്ക് നല്ല ഉത്സാഹമുണ്ടായിരുന്നു. ആദ്യ സ്നേഹം, മൈലുകൾ നടക്കും, കൊടുക്കും, സഹകരിക്കും, എൻകറേജ് ചെയ്യും. നാം എപ്പോഴും സന്നദ്ധരായിരുന്നു. എന്നാൽ നാളുകൾക്ക് ശേഷം അതിനെന്തെങ്കിലും കുഴപ്പം തട്ടിയിട്ടുണ്ടെങ്കിൽ നാം ഒന്ന് ഓർക്കണം, കർത്താവിന്റെ മഹത്വപക്ഷതയിൽ ഞാൻ പ്രിയം വെച്ചിരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ പണ്ടത്തേതിനേക്കാൾ ബെറ്ററായിട്ട് വരികയാണ്. കൊരിന്ത്യ വിശ്വാസികൾക്ക് അപ്പോസ്തലൻ എഴുതി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ കർത്താവിന്റെ വരവിനെക്കുറിച്ചും തേജസ്കരണത്തെക്കുറിച്ചും പ്രതിഫലത്തെ എല്ലാം പറഞ്ഞ ശേഷം അങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും വ്യർത്ഥമല്ല. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി, വിശ്വാസികളുടെ അനുഗ്രഹത്തിന് വേണ്ടി, പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന്റെ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നൊന്നും വ്യക്തമല്ല. ഞാൻ ബൈസ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒരു സഹോദരൻ രായ്ച്ചാനുണ്ട്. അദ്ദേഹം ഇതൊക്കെ മറന്നു കാണും. എനിക്ക് സുവിശേഷ വേലയ്ക്ക് ഞാൻ തിരിഞ്ഞ ആദ്യമായിട്ട് ഈ ആവശ്യങ്ങളുടെ മുഖത്ത് ഒരു സഹായം ചെയ്ത വ്യക്തി. എത്രയോ അനുഗ്രഹമാണ്. എല്ലാം മറന്നാലും കർത്താവ് പറയുന്നത് ഇത് വ്യർത്ഥമല്ല. പലരുടെ ധാരണ എനിക്കില്ലല്ലോ, ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാം. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. കാരണം അനുഭവമാണത്. 1000 രൂപ കിട്ടിയ കാലത്തെ 1000 രൂപ കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. എൻ്റെ കൂടെ അനുഭവം ഞാൻ പറഞ്ഞത്. എന്നാൽ അത് 2000 ആയപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ആ 2000 ഇനപ്പാ പോരാ, 3000 ആയപ്പോൾ അത് പിന്നെയും അതുപോലെ. അപ്പൊ ഇനി എന്നാ ഇത് തികഞ്ഞിട്ട് കൊടുക്കുന്നത്? അങ്ങനെ നാം കാത്തിരിക്കാതെ നമ്മുടെ പരിമിതിയിൽ, നമ്മുടെ ഇല്ലായ്മയിൽ, നമ്മുടെ ആവശ്യത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാഗം എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഇവിടെ പറയുന്നത്, നാം കാത്തിരിക്കുന്നവർ, കർത്താവിന്റെ വരവിൽ പ്രിയം വെച്ചിരിക്കുന്നവർ ഇവിടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. കാരണം നമ്മുടെ കർത്താവിന്റെ വരവിനെ നാം ഉത്സാഹത്തോടെ നോക്കി പാർക്കുന്നവരാണ്. ഇന്നായിരിക്കും എനിക്ക് ലാസ്റ്റിൽ ചെയ്യാനുള്ള സാഹചര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം കർത്താവിന്റെ ഈ വേലയിൽ വർദ്ധിച്ചു വരണം എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്. നാം 1 പത്രോസ് 2:5 വാക്യവും 9 വാക്യം വായിക്കുമ്പോൾ അവിടെ 2 പദം വിശുദ്ധ പുരോഹിത വർഗമെന്നും രാജകീയ പുരോഹിത വർഗം എന്നും നമ്മൾ അവിടെ കാണുന്നുണ്ട്. 1 പത്രോസ് 1 Peter chapter 2 verses 5 and 9. 5 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തുവിൻ മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മിക യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാണ്ടിന് പണിയപ്പെടുന്നു. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും പ്രീസ്റ്റ്ഹുഡിൽ, ഹോളി പ്രീസ്റ്റ്ഹുഡിൽ ഒരു മെമ്പറായി ദൈവം തീർത്തിരിക്കുന്നുവെന്നും അതിന്റെ പർപ്പസ് എന്താണ്? ഹോളി പ്രീസ്റ്റ്ഹുഡ് ടു ഓഫർ അപ്പ് സ്പിരിച്വൽ സാക്രിഫൈസസ് acceptable to God by Jesus Christ. നാം പുതിയ നിയമ ഉപദേശം അനുസരിച്ച് ഒരു വ്യക്തി പുരോഹിതനായി നിന്ന് നടത്തുന്ന ശുശ്രൂഷകളുടെ കാലം പോയെന്നും കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനായി എല്ലാ വിശ്വാസികളും സ്ത്രീ പുരുഷ ഭേദം കൂടാതെ, ഈ യൂണിഫോം കൂടാതെ അവർ ദൈവത്തെ ആരാധിക്കുന്ന പ്രീസ്റ്റ്ഹുഡ്, അത് പൗരോഹിത്യം, ക്രിസ്തു മഹാപുരോഹിതൻ, നാം അവന്റെ കീഴിലുള്ള ആരാധിക്കുന്ന ജനവർഗം, ഹോളി പ്രീസ്റ്റ്ഹുഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം
നമ്മളെപ്പോഴും നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. ഇവിടെ യാഗം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ യാഗം എബ്രായ ലേഖനത്തിലും മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ സ്തോത്രമാകുന്ന യാഗം, സ്തുതി സ്തോത്രങ്ങളാകുന്ന യാഗം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഗ്രാറ്റിറ്റ്യൂഡ്. നാം കൂടി വന്നാൽ പലപ്പോഴും മേ ബി സൈലന്റ് ആയിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഞാൻ എന്നെ തന്നെ കണ്ട് വേറൊരാളെ കാണുമ്പോൾ ആ വ്യക്തിയേക്കാൾ എത്ര അനുഗ്രഹമായി ആരോഗ്യത്തോടെ നിൽക്കാൻ, നടക്കാൻ, നോക്കാൻ, സംസാരിപ്പാൻ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എത്രയോ നന്നായി ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ള കാണുമ്പോൾ നമുക്ക് തന്നെ സ്തോത്രം ചെയ്യാൻ കഴിയണം. ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനേക നന്മകൾ നമ്മുടെ ധാരണ ദൈവം നമ്മളോട് കടപ്പെട്ടതാണെന്നോ. തീർച്ചയായിട്ടും അതൊരു പ്രിവിലേജായി ദൈവം തരുന്നത്. എന്നാൽ ആ പ്രിവിലേജ് നാം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവേ, ഞാൻ ഇതിന് യോഗ്യനല്ല. അനേക ദൈവദാസന്മാരുടെ അനുഭവം നമുക്കറിയാം. ദാവീദ് രാജാവ് എല്ലാ കാര്യങ്ങളും കൃത്യമായ ശേഷം അവൻ അരമനയിലേക്ക് പോയി വീഴുകയാണ്. ഇതിന് ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ? ആരാധന, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. ഇത് വിശ്വാസികളുടെ ഒരു ആരാധനയായി, ഓഫറിംഗ് ആയിട്ട് ഇവിടെ പറയുകയാണ്. 9-ാം വാക്യത്തിൽ 9 വേഴ്സ് 9, 1 Peter 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനമാകുന്നു. നമുക്കുള്ള പ്രിവിലേജ്, റോയൽ പ്രീസ്റ്റ്ഹുഡിന്റെ പ്രിവിലേജ് എന്താണ്? അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. ഞാനും നിങ്ങളും അവന്റെ വരവിങ്കൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളായിരിക്കണം. അത് നാം നമ്മെ തന്നെ പരിശോധിക്കുക. ആ പ്രിയം വെച്ച് കാത്തിരിക്കുന്ന വ്യക്തികൾ കർത്താവിന് വേണ്ടി ഇവിടെ ജീവിക്കുന്നതിനെ കുറിച്ചാണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് ഇവിടെ നാം വായിക്കുന്നത്. 1 തെസ്സലോനിയർ 2-ാം അധ്യായം 1-ാം അധ്യായം 2-3 വാക്യം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത്. അപ്പോസ്തലൻ തെസ്സലോനിയ വിശ്വാസികളെ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ അവരുടെ 3 കാര്യങ്ങൾ, ഈ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരുള്ള 3 ഗുണങ്ങൾ: വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നം, അവന്റെ വരവിനായുള്ള പ്രത്യാശയുടെ സ്ഥിരത. ഒരു വിശ്വാസികളെ ഈ 3 കാര്യങ്ങളും അടിസ്ഥാനപരമായി നമ്മുടെ അവകാശവും നമ്മൾ ഉള്ളതാണ്. ഇതിനെ നാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇനി നമുക്ക് ലാസ്റ്റിലെ 9-ാം വാക്യം, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. ഇവരുടെ വലിയൊരു സാക്ഷ്യം, ഇവരെ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വന്നു, ഇവരെ ജീവനുള്ള ദൈവത്തെ സേവിച്ച് അവന്റെ വരവിനായി കാത്തിരിക്കുന്നു. ദൈവം നമ്മളെ ഈ ചുരുങ്ങിയ വാചകങ്ങൾ കൂടെ അനുഗ്രഹിക്കട്ടെ. നാം ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരുമാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ ആ കിരീടത്തിന് വേണ്ടി തന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താന് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും കണ്ട ശേഷം ഇതിന്റെ എല്ലാം 100,000 മടങ്ങ് ശ്രേഷ്ഠതയുള്ള നിത്യതയെ താൻ കാണുകയാണ്. തൻ്റെ സങ്കടം മാറി, തൻ്റെ വേദനകൾ മാറി, തൻ്റെ ഈ ഭൂമിയിലെ പരിമിതികളും കഷ്ടങ്ങളും മാറി, താൻ വിശ്വസ്തയോടെ തൻ്റെ യജമാനു വേണ്ടി അധ്വാനിച്ചു. നല്ല ഓട്ടം, നല്ല പോർ, നല്ല വിശ്വാസം. അവന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഈ തീരുമാനശക്തി ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങൾ നിന്റെ വരവിനായി അതിൽ പ്രിയം വെച്ച് കാത്തിരിക്കുന്നവരാണ്. പൗലോസ് അപ്പോസ്തലൻ അതിനുവേണ്ടി അധ്വാനിച്ചതുപോലെ ഞങ്ങൾ അവിടുത്തെ വരവിനായി കാത്തിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ആ നിലയിലാണ് പോയിട്ടുള്ളത്. നമുക്ക് മാതൃക എത്ര പേർ ഈ സഭയിൽ തന്നെയുണ്ട്. അവരെല്ലാം നമ്മുടെ മുമ്പിൽ
എബ്രായ ലേഖനം 12:1 പറയുന്ന പോലെ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മളെ കൈകൊട്ടി വിളിക്കുകയാണ്. പ്രയാസമെന്ന് കരുതിയ, പ്രതികൂലമെന്ന് കരുതിയ അതെല്ലാം ക്രിസ്തുവിന്റെ കൃപയാൽ ഞങ്ങൾ ഓടിത്തീർത്തു, നിങ്ങൾക്ക് കഴിയും. മനസ്സുവെക്കെ, രൂപാന്തരപ്പെടെ, ഏകാഗ്രമായ അവന്റെ പ്രത്യാശയെങ്കിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈ ലോകത്തിലെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, വിശ്വാസി നങ്കൂരം ഇവിടെയല്ല, അവന്റെ നങ്കൂരം സ്വർഗത്തിലാകിയാൽ പറയുന്നതാണ് എൻ്റെ നിര്യാണ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ കപ്പൽ ഇവിടെ നങ്കൂരമിട്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ആ നങ്കൂരം കട്ട് ചെയ്ത് ഞാൻ ദൈവം എന്നെ തന്നെ ഫ്രീ ആയി നൊടിയുടെ നേരം ഞാൻ അവന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ പോവുകയാണ്. ഭൂമിയിലുള്ള എല്ലാ നങ്കൂരങ്ങളെയും നമുക്ക് മാറ്റി ക്രിസ്തു മാത്രമായി തീർന്നുകൊണ്ട് അവന്റെ സംതൃപ്തിയും സന്തോഷത്തോടുകൂടെ പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.